ഏവർക്കും നമസ്കാരം. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നു വളരെയധികം കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും സഹിച്ചുകൊണ്ട് നമ്മുടെ റിയാദിൽ വളരെയധികം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ അൽ ജസീറ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സാണ് നമ്മുടെ മുമ്പിലെ ഇന്നത്തെ അതിഥികൾ. ഈ കമ്പനിയുടെ വിജയവും അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതിൻ്റെ സ്ഥാപകരാണ് ബിനോയ് മൂസ, അതുപോലെ നിസാർ ഭായ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയവരാണ് പിന്നെ ബിനു, അതുപോലെ തന്നെ നിസാർ ഭായ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ ചോദിച്ചറിയാം. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ചെയ്തിരുന്നു. അങ്ങനെ നാട്ടിൽ തന്നെ ഏകദേശം ഒരു 3 വർഷത്തോളം എറണാകുളം ബേസ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് എൻ്റെ വാപ്പാടെ ബ്രദേഴ്സ് 3 ആളുകൂടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ക്ഷണപ്രകാരം ഞാൻ ഇങ്ങോട്ട് വരികയുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത കൊച്ചാപ്പ, അതായത് മൂത്ത കൊച്ചാപ്പാണ് ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. അന്നും ഇന്നും ചുക്കാൻ പിടിച്ചു പോകുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോൾ ഔട്ട് ഓഫ് റിയാദാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നാണ് എൻ്റെ കൂടെ. അദ്ദേഹമാണ് നമുക്ക് അന്നും ഇന്നും വഴിയായിട്ട് നിൽക്കുന്നത്. അപ്പോ നിസാർ ഭായ്, സ്വദേശം പറഞ്ഞിരുന്നില്ല. ഞാൻ കോഴിക്കോട് താമരശ്ശേരിന്റെ കൊടുവള്ളിന്റെ കറക്റ്റ് സ്ഥലത്തല്ല വേണ്ടി പ്രീ ഡിഗ്രി കഴിഞ്ഞ് അപ്പൊ തന്നെ 89 ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട്. അന്ന് ഇതിനെ പോലെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാനൊരു അറബിയുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നു. ഏകദേശം ഒരു 4 വർഷം അടുത്ത് ജോലി ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോയി. പിന്നെ സ്വന്തമായിട്ട് റിസൾട്ട് വന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിൽ ഞാൻ ഗാർമെന്റ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. കാരണം ഈ 4 വർഷം ഈ അറബിയുടെ അടുത്ത് നിന്നിട്ട് ചെയ്ത് ആ സെയിം സാധനം ഞാൻ സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അന്ന് തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്തായിരുന്നു. അത് കുറെ കാലം ചെയ്തതിനു ശേഷം ആണ് പിന്നെ ബിനുവായിട്ട് പരിചയപ്പെടുന്നത്. ബിനുവായിട്ട് കൂടെ പോകുന്നത് ഏകദേശം ഒരു 8 വർഷമായിട്ട് ബിനുവായിട്ട് കൂടെ ഒന്നിച്ചാണ് നമ്മൾ ഫാക്ടറി ചെയ്യുന്നത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കുറച്ച് ഐറ്റംസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം കുറച്ച് ഐറ്റംസ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ മേഖല ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണല്ലോ നിങ്ങളുടെ മെയിൻ. ഈ കൺസ്ട്രക്ഷൻ മേഖല ഇവിടെ റിയാദിൽ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടോ? മറ്റു സ്ഥാപനങ്ങൾ നോക്കും. എനിക്കിപ്പോൾ റീസെന്റ് ഇവിടെ റിയാദിൽ 2 ഔട്ട്ലെറ്റ് ആണുള്ളത്. പിന്നെ ഒന്നിപ്പോൾ മജ്മയില് ആളൊരു വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ജിദ്ദ, ദമാമ്, ബുറൈദ, കമ്മീസ് മുഷീത്ത് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് സെയിൽസ് വിമാനവും സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾ ഓവർ സൗദി കവർ ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അൽ ജസീറയുടെ അണ്ടറിലാണ് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ട്രേഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ കമ്പനി അതൊരു സെപ്പറേറ്റ് കമ്പനി. പിന്നെ ഫാക്ടറിക്ക് ദിയന പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ഫാക്ടറി എന്നുള്ള പേരിട്ടിട്ട് ഫാക്ടറി സെപ്പറേറ്റ്. ഫാക്ടറിയുടെ അണ്ടറിൽ ഏകദേശം കുറെ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഐറ്റംസ് അവരെ മൊത്തം സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പുതിയ പ്രോജക്ട്സ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ 2030 പിന്നെ 2030 വേൾഡ് കപ്പ് ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ വരാൻ തുടങ്ങി. ഒരുപാട് പ്രോജക്ട്സ് വളരെയധികം ഉത്തരവാദിത്തമുള്ളൊരു മേഖലയാണ്. കാരണം ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങളെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ കറക്റ്റ് സമയത്ത് എത്തിക്കണം. അപ്പൊ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സപ്ലൈ ഒക്കെ ചെയ്യണം? നിങ്ങൾക്ക് തൊഴിലാളികൾ മറ്റ് സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് ഈ സ്ഥാപനത്തിൽ മൊത്തം? ഞങ്ങൾക്കിപ്പോ ടോട്ടൽ 130 above എംപ്ലോയീസ് ഉണ്ട്. അത് ഇവിടെ ഉള്ള റിയാദിൽ 130 above ഉണ്ട് എംപ്ലോയീസ്. പിന്നെ അത്യാവശ്യം ഏകദേശം ഒരു 60-ലധികം സപ്ലൈസ് ഞങ്ങൾക്കുണ്ട്. ഇവിടുത്തെ നിയോം പ്രൊഡക്റ്റ്, ദരിയ പ്രൊഡക്റ്റ്, അങ്ങനെ ഒരുപാട് പുതിയ പ്രൊഡക്റ്റ് ഇതിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഏകദേശം 70ഓളം സബ് കോൺട്രാക്ടേഴ്സ് നമ്മളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്.
ഇതിപ്പോ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലാണോ? തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഫീൽഡാണ്. അപ്പൊ നിങ്ങളെ അതിപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൂ. പിന്നെ ഞങ്ങളിപ്പോ ചൈനയിൽ ഇന്ത്യയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ, മെറ്റീരിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിന്റെ പൾസിനനുസരിച്ച് ഐറ്റംസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു മേഖല കെട്ടിപ്പടുത്തുക എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ നമുക്ക് നമ്മുടെ പേരിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തല്ല. നേരത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കുറെ വഞ്ചിക്കപ്പെടലിനൊക്കെ വിധേയരായി. ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു തന്നപ്പോൾ 100% നമ്മുടെ പേരിൽ ഓൺ കമ്പനികളായി. പ്രൊഡക്ഷന്റെ ഒരു കമ്പനി വേറെ, ട്രേഡിംഗ് വേറെ, കോൺട്രാക്ടിങ് വേറെ, അങ്ങനെ കമ്പനികളായതുകൊണ്ട് ഇപ്പം വിഷയങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് വളരെ സൗകര്യമായിട്ട് കച്ചവടം ചെയ്യാനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന അതേ ലാഭത്തോടുകൂടി കൂടെ ചെയ്യും. നാട്ടില് ബിസിനസ് ഉണ്ടോ? നാട്ടിലില്ല, നാട്ടില് ബിസിനസ് ഒന്നും ഇല്ല. ഇവിടെ തന്നെ സൗദിയിലേക്ക്. പക്ഷെ നാട്ടിൽ ചെയ്യുന്ന അതേ ലാഭത്തോടുകൂടി കൂടെ ചെയ്യാവുന്ന ഒരു അവസരം ഗവൺമെന്റ് ആക്കി തന്നിട്ടുണ്ട്. നേരത്തെ എല്ലാ കാര്യത്തിനും സ്പോൺസറെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഈവൻ നമുക്ക് നാട്ടിൽ പോകണമെങ്കിൽ പോലും ഒരു എമർജൻസി നാട്ടിൽ പോകണമെങ്കിൽ തന്നെ സ്പോൺസറെ പിന്നാലെ അവൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന എന്തൊക്കെയാ നിങ്ങളെ ഇതിലുള്ളത്? ഞങ്ങൾ കൺസ്ട്രക്ഷനിൽ ഇപ്പൊ മെയിൻലി വർക്ക് എടുക്കുന്നത് പ്ലംബിങ്ങും ഇലക്ട്രിക്കലും റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് എടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ മേഖല, അതായത് ഞങ്ങൾ അതാണ് എടുക്കുന്നത്. പിന്നെ അതിനുള്ള ലേബേഴ്സും അതിനുള്ള ബിസിനസ്സും നമ്മുടെ കയ്യിലുണ്ട്. അവര് നിങ്ങളെ ഈ കമ്പനിയായിട്ട് പൂർണ്ണമായിട്ട് സഹകരിച്ചു പോകുന്നത് നിങ്ങൾ സംതൃപ്തരാണ്? തീർച്ചയായിട്ടും. അവരെ കൂടി ഒരു ഇതാണല്ലോ, ഇത്രയും കുടുംബങ്ങൾ, ഇത്രയും ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഇത്രയും ആളുകളില്ലേ, അവർക്ക് ഓരോ കുടുംബത്തിലുള്ള അംഗങ്ങളാണല്ലോ. അത്രയും കുടുംബങ്ങളിൽ ഞങ്ങളെ കാരണമായിട്ട് അവരും കൂടി ജീവിച്ചു പോകുന്നുണ്ട്. അവരിലെ തന്നെ ഒരു 100% ആൾക്കാരും വീട് നോക്കുന്നവരാണ്. അവരെ കാശ് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്ന ആളുകളാണ്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് നല്ല സംതൃപ്തി ഉണ്ട്. അവരും വളരെ സംതൃപ്തരാണ്. പിന്നെ മറ്റു വിശേഷങ്ങൾ, കുടുംബം എങ്ങനെയാണ്? നിങ്ങൾ ഈ തിരക്കിനിടയിലും കുടുംബമായിട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ ഇത്രയും സമയത്തിനിടയിൽ, ബിസിനസിന്റെ തിരക്കിനിടയിലും കുടുംബമൊക്കെ ഒന്ന് പറയാം. പാരന്റ്സ്, എന്റെ വാപ്പ കുഞ്ഞു മുസഹാജി, ഉമ്മ സൈനബ, രണ്ടാളും ഗവൺമെന്റ് സർവീസ് ഉണ്ടായിരുന്നാണ്. ടീച്ചറായിരുന്നു. വാപ്പ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിരുന്നതാണ്. ഞങ്ങൾ 3 ആൺകുട്ടികളാണ്. മൂത്ത ആള് ഞാൻ, താഴെ ഉള്ള ആള് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ട്രേഡിങ് കാര്യങ്ങളൊക്കെ അവനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വൈഫ് ഫാബി, ആലുവ സ്വദേശിയാണ്. പിന്നെ 3 മക്കള്. മൂത്ത ആള് 8ലായിട്ടുണ്ട്, രണ്ടാമത്തെ ആള് 5ല്, മൂന്നാമത്തെ ആള് 2ല്, 3 പെൺകുട്ടിയാണ്. അൽഹംദുലില്ലാഹ് സംതൃപ്ത കുടുംബം. എന്റെ മദർ 10 വർഷം മരിച്ചിട്ടുണ്ട്. ഫാദർ നാട്ടിലുണ്ട്. പിന്നെ ഇവിടെ വൈഫും മോനും ഉണ്ട്. മോൻ +1 പഠിക്കുന്നു, അലിയാസ് സ്കൂളിൽ. വൈഫ് താമരശ്ശേരി ഹൗസ് വൈഫാണ്. കുടുംബമായിട്ട് ചെലവഴിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? പുതിയ ഇപ്പൊ അറിയാലോ, ഇപ്പൊ നിങ്ങൾ ഓരോ മേഖല പറഞ്ഞു. ഇനി അടുത്ത് എന്തെങ്കിലും പുതിയതായിട്ട് ഞങ്ങൾ നിലവിൽ ഈ ഫാക്ടറിയിൽ തന്നെ കുറെ മെഷീനറീസ് ഒക്കെ ഇനിയും ആഡ് ചെയ്യണം. കാരണം കുറെ എൻക്വയറീസ് കൂടുതൽ വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും പുതിയ മെഷീനറീസ് കൊണ്ടുവരാൻ വേണ്ടി പോകാൻ പ്ലാനിലാണ്. അപ്പൊ ഇനിയും എല്ലാ സംഗതികളൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ കൺസ്ട്രക്ഷൻ ഒരുപാട് എൻക്വയറി ഉണ്ട്. കാരണം ഭാവിയിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നല്ല പേരിൽ ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അപ്പൊ ആ എൻക്വയറിക്ക് അനുസരിച്ചുള്ള ഐറ്റംസ് മറക്കാനുള്ളതാണ്. സ്റ്റിൽ നമ്മളിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ അത് കൂടാതെ നമുക്ക് ഭാവിയിലേക്ക് ആവശ്യം വരുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ അതിനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് പോകാന്നുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെയൊക്കെയാണ്. ഒരുപാട് സന്തോഷം ഈ കമ്പനിയെ കുറിച്ച്. അതായത് ഇങ്ങനെ വളരെ എഫേർട്ട് ഇട്ടുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇങ്ങനെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ സാരഥിയാവുകയും ഈ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന ഈ അവസരത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. താങ്ക് യു.